സ്നേഹമുള്ളവരെ, ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ കൺവെൻഷനിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 26 വർഷങ്ങളായി നമ്മൾ നടത്തി വരുന്ന കൺവെൻഷനാണ് ചങ്ങനാശ്ശേരി ബൈബിൾ കൺവെൻഷൻ. എല്ലാ നോമ്പുകാലത്തിലും, നോമ്പുകാലം ആരംഭിക്കുന്ന സമയമാണ് നമ്മൾ ഈ കൺവെൻഷന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നോമ്പുകാലം വചനം വായിക്കാനും ധ്യാനിക്കുവാനും പാപങ്ങളെക്കുറിച്ച് മനസ്തപിക്കുവാനും മാനസാന്തരപ്പെടാനും അനുരഞ്ജനപ്പെടാനും ഒക്കെയുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ഈ വർഷം മാർച്ച് മാസം 4-ാം തീയതി മുതൽ നോമ്പ് ആരംഭിക്കുന്നതിൻ്റെ ആഴ്ചയിൽ തന്നെ നമ്മുടെ കൺവെൻഷൻ ആരംഭിക്കും. മാർച്ച് 4 മുതൽ മാർച്ച് 8 വരെയുള്ള ദിവസങ്ങളിലാണ് കൺവെൻഷൻ ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തൻ പള്ളി മൈതാനത്തിൽ വെച്ചാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 3:30 കൺവെൻഷൻ ആരംഭിക്കും. ഗാന ശുശ്രൂഷയോടുകൂടി തുടങ്ങുന്ന കൺവെൻഷൻ 4:30 അഭിമന്യ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന, തുടർന്ന് വചനപ്രഘോഷണമാണ്. 9 മണി വരെയുള്ള സമയമാണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും കൺവെൻഷൻ നയിക്കുന്നത് പ്രസിദ്ധ ധ്യാനഗുരുവും ബൈബിൾ പ്രഭാഷകനുമായ ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛനാണ്. കഴിഞ്ഞ 2 വർഷങ്ങളിലും അച്ഛൻ തന്നെയാണ് കൺവെൻഷൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ കൺവെൻഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കൺവെൻഷൻ ദിവസങ്ങളിൽ നമ്മുടെ അതിരൂപതയുടെ 15ഓളം ഫൊറോനകളിൽ നിന്നും, നമുക്ക് 18 ഫൊറോനകളാണുള്ളത്. 3 ഫൊറോനകൾ തിരുവനന്തപുരം, അമ്പൂരി, കൊല്ലം മേഖലയിലാണ്. ബാക്കിയുള്ള 15 ഫൊറോനകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതാണ് പതിവ്. ഈ വർഷവും 10,000-ത്തിലധികം ആളുകൾ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ട ക്രമീകരണങ്ങളാണ് നടത്തി വരുന്നത്. ഇന്ന് ഇവിടെ പന്തലിനുള്ള കാൽനാട്ട് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. ബൈബിൾ കൺവെൻഷന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എല്ലാ ഇടവകളിലും ചൊല്ലി തുടങ്ങിയിട്ടുണ്ട്. നിയോഗങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ കൺവെൻഷൻ ഫലപ്രദമാകുവാനും ഇതിൽ പങ്കെടുക്കുന്നവർക്ക് അനുഭവവും അനുഗ്രഹവും സൗഖ്യവും ഉണ്ടാകുവാനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇത് വലിയ സൗഖ്യത്തിൻ്റെ ഒരു അവസരവും അനുഭവമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കൺവെൻഷനിൽ പങ്കെടുക്കുവാനായിട്ട് വാഹനങ്ങൾ ക്രമീകരിക്കുന്ന പതിവുള്ളതാണ്. വൈകുന്നേരങ്ങളിൽ തിരിച്ചു പോകാനായിട്ടുള്ള വാഹന ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ പള്ളികളിൽ അവർ വാഹനങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് കൺവെൻഷൻ ആളുകളെ എത്തിക്കുന്നതും പതിവുള്ള കാര്യമാണ്. അങ്ങനെ വൈദികരും സന്യസ്തരും അൽമായരും അടങ്ങുന്ന വലിയൊരു സമൂഹം ഇവിടെ കൂടി നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദ്യമായി ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യും.